നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഞാൻ ഗാർഡനിലാണ് നിൽക്കുന്നത്. ഗാർഡൻ്റെ ബോർഡ് ഞാൻ കാണിച്ചു. പേര് ഒക്കെ എവിടെയാണ് സ്ഥലം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇത് ചങ്ങനാശ്ശേരിയിൽ തെങ്ങണയിൽ നാലുംനാക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ ഞാൻ ഇന്ന് രാവിലെ ചെന്നിട്ട് എൻ്റെ ജോലി അവിടെ മെയിനായിട്ടും ക്ലീനിങ് തന്നെയാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ സഹായിക്കാൻ വരുന്ന ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും കുട്ടിയാണ് ഞാൻ ഇന്ന് ഗാർഡൻ വൃത്തിയാക്കാനായിട്ട് പോയത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇത് വേറൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്തതാണെന്ന്. അപ്പോൾ അത് കുറേ നാൾ അടഞ്ഞു കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നിറച്ച് പുല്ലൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. പിന്നെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാരണം ഒത്തിരി നാൾ അടഞ്ഞു കിടന്നത് കാരണം എല്ലാം ഒന്നും കൂടി ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ടുള്ള കുറേ ജോലികൾ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ എൻ്റെ ജോലി മെയിനായിട്ടും അത് തന്നെയാണ്. ഇവിടുന്ന് മിക്കവാറും അവിടെ അടുക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേറെ ആൾക്കാരെയൊക്കെ നിർത്തി അടുക്കി പെറുക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞാലും ഇനിയും അവിടെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും റീഅറേഞ്ച് ചെയ്യേണ്ട നല്ല ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നാൽ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. ഇത്രയും ചെടികൾ നിൽക്കുമ്പോഴത്തേക്ക് ഇത് എവിടെയാണ് ഇതെല്ലാം കൂടെ ഒതുക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പം എന്നെക്കാളും കൂടുതൽ അവിടെ വിനോട്ടം നിൽക്കുന്ന കാരണം വിനോട്ടിനോട് ചോദിച്ചിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. കാരണം ഞാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനിങ്ങനെ വീട്ടിൽ പോരും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുമല്ലോ എന്ന് വെച്ചിട്ട് അവരോട് ചോദിച്ചിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്റ്റാൻഡിലാണെങ്കിലും കുറച്ചൊക്കെ ചെടികളെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുള്ളൂ. അവിടെയൊക്കെ ഇനി ആകണമെങ്കിൽ ബൊഗൈൻവില്ല ശരിക്കും പൂക്കൾ വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പം പൂക്കളൊക്കെ ആയതിന് ശേഷം, കാരണം ഞങ്ങൾ എടുത്തതിന് ശേഷമാണ് അതിൽ വളങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയത്. അത് കാരണം എല്ലാം ഒന്ന് പൂവ് ആയി വരാൻ, ഒന്നാമത് ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, മഴ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ടാണോ എന്നും അറിയില്ല, പൂവൊക്കെ വരാൻ ഒരുപാട് ലേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിലും വീട്ടിൽ നിൽക്കുന്നതിനൊക്കെ പൂ വരാൻ ഭയങ്കരമായിട്ട് താമസമായി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഫ്രണ്ടിൽ റോഡിൽ നിന്നുള്ള ആ ഒരു ലുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലെല്ലാം പുല്ലെല്ലാം ചെത്തി, റോഡിൻ്റെ സൈഡാണ് കേട്ടോ. അപ്പം അവിടെ നമുക്ക് ഒത്തിരി അങ്ങ് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. എന്നാലും അതിൻ്റെ ഒരു ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ അവിടുത്തെ പുല്ലെല്ലാം ചെത്തി മാറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറേ സ്പൈഡർ പ്ലാന്റ് ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ നടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഞാൻ എപ്പോഴും ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് മാറ്റിയിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ എടുത്ത് വെച്ചതാണ്. പക്ഷേ ഞാനതെല്ലാം എടുത്തിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര വെയിൽ, രാവിലെ ഒരു ഉച്ച വരെ നല്ല വെയിലാണ് ആ ഭാഗത്ത്. അത് കാരണം ഞങ്ങൾ പിന്നെ അകത്ത് കയറിയിട്ട് കഴിഞ്ഞ ദിവസം ഈ സ്റ്റാൻഡിൽ ഞാൻ എല്ലാം ചെയ്യുന്നത് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മേളിലുണ്ടായിരുന്ന ബൊഗൈൻവില്ല മുഴുവൻ താഴെ ഇറക്കി വളം ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ തിരിച്ച് അവിടേക്ക് വേറെ ചെടികളൊക്കെ വെച്ച് അതൊന്ന് ഫില്ല് ചെയ്യുകയാണ്. അധികം വെയിൽ വേണ്ടാത്ത, എന്നാൽ അവിടെ വെയിൽ കിട്ടും, നല്ല വെയിലുണ്ട്. ഉച്ച ഒരു 2 മണി 2:30 വരെയൊക്കെ നല്ലതായിട്ട് വെയിലുള്ള സ്ഥലം തന്നെയാണ്. എന്നാലും ബൊഗൈൻവില്ലയ്ക്ക് അത്രയും വെയിൽ പോരാ. പിന്നെ പൂക്കളുള്ള ചെടികൾക്കൊക്കെ നല്ല വെയിലത്ത് വെച്ചാലേ പൂക്കൾ കിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു ഷെയ്ഡിലൊന്നും വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയിലും പൂക്കൾ വരികയില്ല. അതിങ്ങനെ ഒരുമാതിരി ഒരു നല്ല വളർച്ചയില്ലാത്ത പോലെയൊക്കെ നിൽക്കും. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന പൂച്ചെടികളെല്ലാം എടുത്ത് വെയിലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ അങ്ങനെ അല്ലാതെ ഇൻഡോർ പ്ലാന്റ്സും അല്ലെങ്കിൽ അങ്ങനെ ഇലച്ചെടികൾ പോലെയുള്ളതൊക്കെ കൊണ്ടുവന്ന് തട്ടിലേക്ക് കയറ്റി വെക്കുവാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടിവശം എല്ലാം ഒന്ന് വൃത്തിയാക്കാറുണ്ടായിരുന്നു. കാരണം ഒരുപാട് ചെടിയുള്ളത് കൊണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് അങ്ങ് കയറ്റി അതിൻ്റെ അടിയിലേക്ക് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്കൊന്ന് എടുക്കാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധയിലോട്ട് പെടാനോ പറ്റാത്ത രീതിയിൽ എല്ലാം കൂടി അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്ന പരുവത്തിൽ തന്നെ അവിടെ എല്ലാം ഒന്ന് അടുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ മണി പ്ലാന്റൊക്കെ ഒരുപാട് അപ്പുറത്ത് നട്ട് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിനെയെല്ലാം ഞാൻ എടുത്ത് അതും കുറേ, കാരണം ഒത്തിരി പേര് മണി പ്ലാന്റിൻ്റെ ഓരോ വെറൈറ്റി പോത്തോസും അങ്ങനെയൊക്കെ മാർബിൾ പോത്തോസ് അങ്ങനെ ഓരോന്നും ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ധാരാളം ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്ന വിധത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. പിന്നെ അതുപോലെ പോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. പോട്ട് ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗത്ത് തന്നെയായിട്ടാണ് ഫ്രണ്ടിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കടയ്ക്ക് ഉള്ളിലേക്കുള്ള ഒരു വ്യൂ പകുതിക്ക് വെച്ച് നിർത്തുന്നത് കാരണം പോട്ട് അവിടുന്ന് മാറ്റി കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാനായിട്ട് ഉണ്ട്.
അപ്പോൾ ആദ്യം ഈ ഒരു തട്ടൊന്ന് ശരിയാക്കി വെക്കുകയാണെങ്കിൽ അവിടെ ഉള്ള ചെടികളൊക്കെ ഒരു വൃത്തിയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിലുള്ള കുറേ ചെടികളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്തത് ഈ ഒരു തട്ടിലെല്ലാം എടുത്ത് വെച്ചു. മണി പ്ലാന്റുകളാണ്, അപ്പോൾ അതിൻ്റെ പല ടൈപ്പിലുള്ളതാണ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു സ്പേസിലോട്ടാണ് ഇനി ഞാൻ പോട്ടുകളെല്ലാം എടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും തെങ്ങിന് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ മുന്നോട്ടും പോയി എടുത്തിട്ട് വന്ന് അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് ഫ്രണ്ടിലോട്ട് തന്നെ എടുത്ത് വെക്കണം. കാരണം അത് ഉടനെ തന്നെ കൊണ്ട് അവർക്ക് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളതെല്ലാം അടുക്കി വെക്കുന്നതിന് മുന്നേ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോട്ടുകൾ ഓരോന്നായിട്ട് എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് മാറ്റി മാറ്റി അടുക്കി വെച്ചു. അത് റോഡിൽ കൂടെ പോകുമ്പോഴും കാണാൻ പറ്റും. ഫ്രണ്ടിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ, കാരണം പോട്ടായതുകൊണ്ട് ഒത്തിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പാടാണ്. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാറിലേക്ക് കയറ്റിയൊക്കെ വണ്ടിയിൽ കയറ്റി വിടണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ പോട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഫ്രണ്ടിലോട്ട് കുറച്ച് അവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ കാരണം വെച്ചാൽ ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് അന്നേരം ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ പുറകിലായിട്ട് വെച്ചിരിക്കുന്ന ചെടികളൊന്നും പെട്ടെന്ന് കാണാൻ പറ്റുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പോട്ടുകൾ ഇവിടുന്ന് മാറ്റുന്നത്. അത് എല്ലാം മാറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു രണ്ട് തട്ടുള്ള ഒരു ഷെൽഫ് അടുക്കി വെക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കുറച്ചും കൂടെ മുന്നിലോട്ട് കയറ്റി വെക്കണം എന്ന്. അപ്പോൾ ഈ പോട്ട് മാറ്റിയാൽ മാത്രമേ എനിക്കത് അങ്ങോട്ട് നീക്കി വെക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അന്ന് അടുക്കി വെച്ചത് മുഴുവൻ എടുത്ത് താഴെ വെച്ചിട്ട് പിന്നെ ഈ ഷെൽഫിനെടുത്ത് ഫ്രണ്ടിലോട്ട് നീക്കി വെച്ചു. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന ഉടനെ കാണാവുന്ന രീതിയിലാക്കി. പിന്നെ അതിൻ്റെ ആ നെറ്റിൽ കുറേ ഇങ്ങനെ പ്ലാന്റ്സ് ഇങ്ങനെ നട്ട് അതിലോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് അവിടെ നിന്ന് മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഈ ഒരു 2 തട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്തത്. പിന്നെ ഇത് ഉച്ച കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ മാറിക്കഴിഞ്ഞപ്പം, അതായത് വെയിൽ സൈഡ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നേരെ മൊത്തം സ്പൈഡർ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഇത് മുഴുവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തിരിച്ച് കൊണ്ടുപോകാനൊക്കെ കുറച്ചൊക്കെ കാണും എന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നും കിട്ടിയില്ല. പിന്നെ വീട്ടിൽ ഉണ്ടായിരുന്ന വേറെയും കുറച്ചും കൂടി എടുത്തുകൊണ്ട് പോയാണ് നട്ട് വെച്ചത്. അപ്പോൾ അങ്ങനെ അത് സ്പൈഡർ പ്ലാന്റ് അവിടെ ഫുള്ള് നല്ല നീളത്തിൽ വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഷീറ്റ് അവിടെ വിരിച്ചിടാമെന്ന് വെച്ചു. കാരണം എപ്പോഴും വെള്ളം ഒഴിക്കുന്ന കാരണം പെട്ടെന്ന് പുല്ല് പിടിച്ച് കയറും. അപ്പോൾ അത് വെക്കാൻ നോക്കിയപ്പോൾ അവിടെ മണ്ണിന് നല്ല കട്ടിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് വേറെ ഇനിയൊരു ആണിയൊക്കെ മേടിച്ചിട്ട് വന്ന് അടിക്കണം. അത് പിന്നെ ഞങ്ങൾ നിർത്തി വെച്ചു. പിന്നെ ബാക്കി കുറേയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ളതൊക്കെ പിന്നെയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോഴും അറേഞ്ച്മെൻറ്റ്സ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയായിരുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗാർഡൻ്റെ അറേഞ്ച്മെൻറ്റ്സും എൻ്റെ വീട്ടിലെ ചെടികളുടെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിട്ട്. താങ്ക് യു.